Hi dears, back to your channel. ഹാരി പോട്ടർ നോവൽ സീരീസ് എല്ലാം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടായിരിക്കും ജെ.കെ. റോളിൻ എഴുതിയിട്ടുള്ളത്. അതിലെ ചില ക്യാരക്ടേഴ്സ് മാത്രമല്ല, ചില തിങ്സ് പോലും വളരെ എക്സെപ്ഷണൽ ആയിരിക്കും. അങ്ങനെ ഒന്നാണ് സോർട്ടിംഗ് ഹാറ്റ്. ഈ വീഡിയോയിൽ നമുക്ക് സോർട്ടിംഗ് ഹാറ്റിനെ കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതുമാത്രമല്ല, സോർട്ടിംഗ് ഹാറ്റ് ജെ.കെ. റോളിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നില്ല. അതിനെക്കുറിച്ചും വീഡിയോയുടെ എൻഡിൽ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. This hat was patched and frayed and extremely dirty. Aunt Petunia wouldn't have let it in the house. Aunt Petunia ഇതിനെ വീട്ടിൽ അനുവദിച്ചിരിക്കില്ല. അത്രയ്ക്ക് മുഷിഞ്ഞതും പഴകിയതായിട്ടുള്ളൊരു ഹാറ്റാണ് ഈ സോർട്ടി ഹാറ്റ് എന്നാണ് ജെ.കെ. റോളിൻ ഫിലോസഫർ സ്റ്റോണിൽ ഈ സോർട്ടി ഹാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിന് കാരണം ഇത് ഗോഡ്രിക് ഗ്രിഫിൻഡോറിൻ്റെ ഹാറ്റാണ്. ഹോഗ്വാർട്സിൽ 4 ഹൗസസ് ഉള്ളതായിട്ട് നമുക്കറിയാം. ഗോഡ്രിക് ഗ്രിഫിൻഡോറിൻ്റെ ഗ്രിഫിൻഡോർ ഹൗസ് എടുത്താൽ ഇവർ വളരെ ധൈര്യശാലികളും ആത്മവിശ്വാസം ഉള്ളവരൊക്കെ ആയിരിക്കും. എക്സാമ്പിളിന് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യം പ്രതികരിക്കുന്നത് ഇവരായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് ഹൗസസിലുള്ളവരെക്കാൾ ഹോഗ്വാർട്സിൽ ഇവർ ഫേമസ് ആയിരിക്കും. ബ്രേവ്, കറേജ്, ഡെറ്റർമിനേഷൻ, ഒരു നെർവ്, ഇതൊക്കെ അവരുടെ മെയിനായിട്ടുള്ള ക്വാളിറ്റീസാണ്. സാലസാർ സ്ലിതറിൻ്റെ സ്ലിതറിൻ ഹൗസ് എടുത്താൽ ഈ ഹൗസിലുള്ളവർ വളരെ കണ്ണിങ് ആണ്. സ്ലിതറിൻ ഹൗസിലുള്ളവർ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല, ഡാർക്കായിട്ടും ലോൺലിനെസ് ആയിട്ടുള്ള ഒരു നേച്ചർ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അതാണ് അവരുടെ ക്യാരക്ടറിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് നൽകുന്നത്. ഇവർക്കൊരു ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, അവർക്ക് അവരുടെ ലൈഫിൽ ട്രൂ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ പറ്റും. കണ്ണിങ്, ആംബിഷൻ, പ്രൈഡ്, ലീഡർഷിപ്പ്, ഇതൊക്കെ ഇവരുടെ മെയിനായിട്ടുള്ള നേച്ചറാണ്. ഹോഗ്വാർട്സിലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വിസാർഡിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് റേവൻക്ലോ ഹൗസ്. ഇവരുടെ സ്പെഷ്യാലിറ്റി നോളജാണ്. അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അവർ അവരുടെ അറിവ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നോളജ്, ബ്രില്യൻസ്, ക്രിയേറ്റിവിറ്റി, ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് റേവൻക്ലോ ഹൗസിലായിരിക്കും സോർട്ട് ആവുന്നത്. റോവന റേവൻക്ലോ ആണ് ഈ ഹൗസിൻ്റെ ഫൗണ്ടർ. ഹഫിൾ പഫ്, വളരെ കൈൻഡായിട്ടും സോഫ്റ്റ് നേച്ചറുള്ളവരൊക്കെ ഹഫിൾ പഫ് ഹൗസിലായിരിക്കും. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറും, ഹാർഡ് വർക്ക് ചെയ്യും. ഇവരുടെ ബിഹേവിയർ വേറെ ലെവലാണ്. ഇവരുടെ മെയിനായിട്ടുള്ള നേച്ചർ എന്താണെന്ന് നോക്കിയാൽ കൈൻഡ്നെസ്, ഹാർഡ് വർക്കിംഗ്, ലോയൽറ്റി, ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള നേച്ചർ. അതുകൊണ്ട് തന്നെ സക്സസ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ എത്തിപ്പെടാൻ ഇവർക്കൊരു ടാസ്ക് തന്നെയാണ്. ഹെൽക്ക ഹഫിൾ പഫാണ് ഈ ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഹോഗ്വാർട്സിലെ ഡിഫറെൻറ്റ് 4 ഹൗസസ്. ഹോഗ്വാർട്സിലെത്തുന്ന വിസാർഡിംഗ് സ്റ്റുഡൻസിൻ്റെ നേച്ചർ കൺസിഡർ ചെയ്ത് അവരെ ഈ ഹൗസസിലേക്ക് സെലക്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ സോർട്ടിംഗ് ഹാറ്റിൻ്റെയും ജോലി. ഇതിന് സോർട്ടിംഗ് ഹാറ്റ് ലെജിലിമെൻസി എന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ലെജിലിമെൻസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മൈൻഡ് റീഡിങ്. ഈ പവർ നമ്മുടെ സോർട്ടിംഗ് ഹാറ്റിന് മാത്രമല്ല, നമ്മുടെ സാലസാർ സ്ലിതറിനും ഒരു ലെജിലിമെൻസ് ആയിരുന്നു. പിന്നെ ഒരു മാജിക്കൽ ക്രിയേച്ചറുണ്ട്, വാമ്പസ് കാറ്റ്. ഹോഗ്വാർട്സിലെ പോലെ തന്നെ ഇൽവർമോണി സ്കൂളിലും ഒരു ഹൗസിനെ റെഫർ ചെയ്യുന്നതാണ് ഈ വാമ്പസ് കാറ്റ്. ഈ ക്രിയേച്ചറിനും ലെജിലിമെൻസി പവറുണ്ട്. സോർട്ടിംഗ് സെറമണിയിൽ ഫസ്റ്റ് ഇയർ വിസാർഡിംഗ് സ്റ്റുഡൻസിൻ്റെ തലയിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഈ സോർട്ടിംഗ് ഹാറ്റ് വയ്ക്കും. അപ്പോൾ സോർട്ടിംഗ് ഹാറ്റ് അവരുടെ മൈൻഡിനെ പെനട്രേറ്റ് ചെയ്ത് അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള മെമ്മറീസൊക്കെ അനലൈസ് ചെയ്ത് കുറച്ച് സമയത്തെ കൺസിഡറേഷന് ശേഷം അവരേത് ഹൗസാണെന്ന് അനൗൺസ് ചെയ്യും. ഈ പ്രോസസ്സിന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്താൽ അതിനെ ഹാറ്റ് സ്റ്റാൾ എന്ന് പറയും. ഹോഗ്വാർട്സിൽ മെയിനായിട്ട് 2 പേർക്ക് ഈ ഹാറ്റ് സ്റ്റാൾ സംഭവിച്ചിട്ടുണ്ട്, മിനർവ മെക്കനഗലിനും പീറ്റർ പെറ്റിഗ്രയ്ക്കും. ഹെർമോയിനിയെ സോർട്ട് ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് ഹാറ്റ് സ്റ്റാളിന് അടുത്ത് വരും. ബട്ട് 5 മിനിറ്റ് കഴിയും മുമ്പ് തന്നെ ഹെർമോയിനി ഗ്രിഫിൻഡോർ ആണെന്ന് സോർട്ട് ഹാറ്റ് അനൗൺസ് ചെയ്യും. നെവിൽ ലോങ്ബോട്ടത്തെ സോർട്ട് ചെയ്യുമ്പോൾ നെവിലിന് ഹഫിൾ പഫും ഗ്രിഫിൻഡോറും മാറി മാറി സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. അവസാനം ഗ്രിഫിൻഡോർ സെലക്ട് ചെയ്യും. നെവിൽ ലോങ്ബോട്ടത്തിന് മാജിക്കൽ പ്ലാന്റ്സിനോട് ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് നെവിലിന് ഹഫിൾ പഫ് ഹൗസ് കൂടി സ്വിച്ച് ആവുന്നത്, നമ്മുടെ നോട്ട്സ് കമാൻഡറിനെ പോലെ. ഗ്രിഫിൻഡോർ അനൗൺസ് ചെയ്യുമ്പോൾ നെവിൽ പേടിച്ച് സോർട്ടിംഗ് ഹാറ്റും കൊണ്ട് ഓടിക്കളയും. അത്രയ്ക്ക് പേടിത്തൊണ്ടനായിരിക്കും നമ്മുടെ നെവിൽ. ബട്ട് ലാസ്റ്റ് സെറ്റാവും. ഡ്രാക്കോയെ പെട്ടെന്ന് തന്നെ സ്ലിതറിനിലേക്ക് സോർട്ട് ചെയ്യും. ഇതിന് കാരണം ഡ്രാക്കോ ഒരു പ്യുവർ ബ്ലഡ് ആയിരിക്കും. ഹോഗ്വാർട്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്യുർ ബ്ലഡിനെ മാത്രമാണ് സ്ലിതറിനിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഹാഫ് ബ്ലഡിനെ കൂടി കൺസിഡർ ചെയ്യാൻ തുടങ്ങി.
ചില സമയത്ത് സോർട്ടിംഗ് ഹാറ്റിന് ചില മിസ്റ്റേക്സും സംഭവിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പീറ്റർ പെറ്റിഗ്രോയെ ഗ്രിഫിൻഡോറിലേക്ക് സോർട്ട് ചെയ്തത്. ബിക്കോസ് ഗ്രിഫിൻഡോറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റീസും നമ്മുടെ പീറ്റർ പെറ്റിഗ്രോയ്ക്ക് കാണില്ല. പീറ്റർ പെറ്റിഗ്രോ സ്വന്തം ജീവനിൽ ഭയന്ന് തൻ്റെ ഫ്രണ്ട്സിനെ തന്നെ ഒറ്റുകൊടുത്തിരിക്കും. തൻ്റെ ആനിമേഗസ് ഫോമിലോട്ട് മാറി പേടിച്ച് ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പീറ്റർ പെറ്റിഗ്രോയെ നമുക്ക് നോവലിൽ കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ഗ്രിഫിൻഡോറിലിട്ടത് ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഗിൽഡ്രി ലോഹാർട്ടിനെ റേവൻക്ലോവിലേക്ക് സോർട്ട് ചെയ്തതും. സോർട്ടിംഗ് സെറമണിയിൽ ഗിൽഡ്രി ലോഹാർട്ടിന് സ്ലിതറിനും റേവൻക്ലോയും മാറി മാറി സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. ഗിൽഡ്രി ലോഹാർട്ടിന് അറിയാവുന്ന ഒരേ ഒരു സ്പെല്ല് മെമ്മറി ചാമാണ്. മെമ്മറി ചാം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഒബ്ലിവേറ്റ് ചെയ്ത ശേഷം അവരുടെ പേരും പ്രശസ്തിയും സ്വന്തം പേരിലാക്കി ഒരു സക്സസ്സിൽ എത്തിയിരിക്കും. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ആയിരിക്കും റേവൻക്ലോവിലും കൺസിഡർ ചെയ്തത്. ഹോഗ്വർട്സിലെ ഹൗസസിലേക്ക് സെലക്ട് ചെയ്യാൻ മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് സ്കിബ് ആണെങ്കിലും സോർട്ടിംഗ് ഹാറ്റ് അത് കണ്ടുപിടിച്ചിരിക്കും. ഹോഗ്വർട്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആഗ്നസ് എന്നൊരു സ്റ്റുഡൻറ്റ് ഹോഗ്വർട്സിലെത്തും. ഈ കുട്ടിക്ക് ഒരു തരത്തിലുള്ള മാജിക്കൽ നേച്ചറും കാണില്ല. ബട്ട് സോർട്ടിംഗ് സെറമണിയിൽ സോർട്ടിംഗ് ഹാറ്റ് അത് ഫൈൻഡ് ചെയ്യും. ഈ സോർട്ടിംഗ് പ്രോസസ്സിന് സോർട്ടിംഗ് ഹാറ്റ് നമ്മുടെ ജെ.കെ. റോളിൻ്റെ ഫസ്റ്റ് ഐഡിയ ആയിരുന്നില്ല. സോർട്ടിംഗ് ഹാറ്റിന് മുമ്പ് തന്നെ അതുപോലെ 2 ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജെ.കെ. റോളിനുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എല്ലാ മാജിക്കൽ പ്രോപ്പർട്ടീസും അറിയാവുന്ന ഒരു മാജിക്കൽ ഡിവൈസ്. ആ മാജിക്കൽ ഡിവൈസ് ആയിരിക്കും ഹോഗ്വർട്സിൽ സ്റ്റുഡൻസിനെ ഹൗസസിലേക്ക് സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഹോഗ്വർട്സ് കാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ആ 4 ഫൗണ്ടേഴ്സിൻ്റെ ജീവനുള്ള 4 സ്റ്റാച്ചു നിർമ്മിക്കുക എന്നതാണ്. ഈ സ്റ്റാച്ചു മുന്നോട്ട് വന്ന് വിസാർഡിംഗ് സ്റ്റുഡൻസിനെ അവരുടെ ഹൗസസിലേക്ക് സെലക്ട് ചെയ്യുന്നത് പോലത്തെ ഒരു ഐഡിയ, അതായിരുന്നു രണ്ടാമത്തേത്. ഈ 2 ഐഡിയാസും ജെ.കെ. റോളിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ബുക്കിൽ വന്നില്ല. ഈ 2 ഓപ്ഷനേക്കാൾ സോർട്ടിംഗ് ഹാറ്റ് എന്തുകൊണ്ടും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ചില മിസ്റ്റേക്സ് സംഭവിച്ചിരുന്നാലും സോർട്ടിംഗ് ഹാറ്റ് പൊളിയാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു 250 പേരുണ്ട്. സോ താങ്ക്സ് ഫോർ ആൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ് യു ആൾ.